IPL 2026 ത്രില്ലറുകളുടെ കാലമാണ്. ഇന്നലെ നടന്ന മത്സരത്തിൽ ഗുജറാത്തും ഡൽഹിയും തമ്മിലുള്ള മത്സരം നടന്നിരുന്നു. എന്താ പറയുന്നത്, ഭയങ്കര ഒരു ത്രില്ലറായിരുന്നു, പറയാതിരിക്കാൻ വരാ. അവസാന ബോൾ വരെ നമ്മൾ മത്സരം നോക്കി നിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വന്നു. കില്ലർ മില്ലർ, അതായത് നമ്മുടെ സൗത്ത് ആഫ്രിക്കയുടെ ഡേവിഡ് മില്ലർ, പുള്ളി എന്താ പറയാ, ഒന്നും ഇല്ലാത്തടത്തുനിന്ന് കളി, അതായത് വിരലിൽ പരിക്കേറ്റ് നിന്നിരുന്ന സാഹചര്യത്തിൽ റിട്ടയർഡ് ഹർട്ടായിട്ട് തിരിച്ചു വന്ന് കളി തിരിച്ചു പിടിച്ചു കൊണ്ടുവന്നു. പക്ഷേ എന്തു പറയാൻ, ഗുജറാത്ത് ടൈറ്റൻസ് ബോൾ ചെയ്ത് അത് ടൈറ്റ് ചെയ്ത് പിടിച്ചു. അതായത് എന്താ പറയുന്നത്, കില്ലർ മില്ലർ എന്ന് നമ്മൾ വിളിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് അതുപോലെ സ്ഫോടനാത്മകമായ ബാറ്റിംഗ് നമ്മൾ കാണാറുണ്ട്. സിക്സറുകളുടെ പെരുമഴ പെയ്യിക്കുന്ന മില്ലർ, അതാണ് അദ്ദേഹത്തിനെ കില്ലർ മില്ലർ എന്ന് വിളിക്കുന്നത്. പക്ഷെ ഇന്നലെ അദ്ദേഹത്തിന്റെ കണ്ണുനീര് വീഴുന്നത് നമ്മൾ കണ്ടു. കാരണം ഒരു അവസാന ഓവറുകളിൽ ആഞ്ഞടിച്ച് എന്താ പറയുന്നത്, ലാസ്റ്റ് ബോളിൽ വെറും 2 റണ്ണ് ജയിക്കാൻ വേണ്ടിയിരുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായിരുന്നു. ആ സാഹചര്യത്തിൽ 2 ബോളിൽ 2 റൺ എന്നുള്ളൊരു കണക്ക് വന്ന സമയത്ത് എന്താണ് പറ്റിയത്, സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ അദ്ദേഹം ബോൾ മിസ്സാക്കുമല്ല, സെക്കൻഡ് ലാസ്റ്റ് ബോളിൽ ഒരു സിംഗിളിനുള്ള ഒരു അവസരം ഉണ്ടായിരുന്നു. അപ്പുറത്തെ സൈഡിൽ നമ്മുടെ കുൽദീപ് യാദവ് ആയിരുന്നു. പക്ഷെ എന്താണ് സംഭവിച്ചത്, മില്ലർ അത് സിംഗിളിന് അനുവദിച്ചില്ല. അപ്പം ഒരു ബോളെ 2 റൺ എന്നുള്ളൊരു കണക്ക് വന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ അത്രയും നേരം തകർപ്പൻ അടിയായിരുന്നു കേട്ടോ. സിക്സറുകളുടെ പെരുമഴ പെയ്ച്ച് അവസാനത്തെ 2 ബോളെ കളി അങ്ങ് മാറിപ്പോയി. അതിന് തൊട്ട് മുന്നേ KL രാഹുലിന്റെ ഒരു മികച്ച ഇന്നിങ്സ് ഉണ്ടായിരുന്നു. എന്തായാലും ലാസ്റ്റ് ബോളിൽ അദ്ദേഹത്തിന് റൺ എടുക്കാൻ പറ്റിയില്ല, ബാറ്റിൽ കൊണ്ടില്ല. കീപ്പറുടെ കയ്യിലേക്ക് പന്ത് പോയ സമയത്തേക്ക് ഓടി വന്ന് എന്തായാലും കുൽദീപ് യാദവിന് കറക്റ്റ് കയറാൻ പറ്റിയില്ല. ബട്ട്ലർ കൃത്യമായിട്ട് സ്റ്റമ്പിൽ കൊള്ളിച്ചു. അങ്ങനെ ഗുജറാത്ത് ടൈറ്റൻസിന് അവിശ്വസനീയമായ ഒരു ജയവും, അതുപോലെ തന്നെ ഡൽഹിക്ക് ഒരിക്കലും വിശ്വസിക്കാത്ത രീതിയിൽ ഒരു തോൽവിയുമായി പോയി. ചെറിയ പിഴവ്, അത് നമുക്ക് പണ്ടേ അറിയാം. പണ്ട് നമ്മൾ ഓർക്കുന്നുണ്ട്, രാജസ്ഥാൻ റോയൽസിന് വേണ്ടി സഞ്ജു സാംസൺ സെഞ്ചുറിയുമായിട്ട് നിന്ന സമയത്ത് പഞ്ചാബ് കിങ്സുമായിട്ടുള്ള മത്സരത്തിൽ അദ്ദേഹം 119 റൺസ് അടിച്ചു. ഓപ്പോസിറ്റ് സൈഡിൽ സഞ്ജുവിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത് ക്രിസ് മോറിസ് ആയിരുന്നു. ഒരു സിംഗിൾ പോകേണ്ട ഒരു സാഹചര്യത്തിൽ സഞ്ജു സാംസൺ ഒരു സിംഗിള് വിസമ്മതിക്കുകയും പിന്നീട് അവസാന ബോളിൽ വിക്കറ്റ് പോയി പഞ്ചാബ് ജയിക്കുകയും ചെയ്തിരുന്നു. അതുപോലത്തെ ഒരു കളിയാണ് ഇന്നലെ നടന്നത്. ഇന്നലെ അവസാനം എന്താ പറയുക, ഡേവിഡ് മില്ലറിന്റെ കണ്ണുനീര് വരെ വീഴുന്നത് കണ്ടു. കാരണം അത്രയ്ക്കും ആവേശകരമായ ഒരു മത്സരമായിരുന്നു. പക്ഷെ എന്തായാലും കളിയല്ലേ, ഇങ്ങനെയൊക്കെ സംഭവിക്കാം. ഇന്ന് നടന്ന മത്സരത്തിൽ ലക്നൌവും കൊൽക്കത്തയും തമ്മിലുള്ള മത്സരമായിരുന്നു. അതിലാണ് മുകുൾ ചൗധരി എന്ന് പറയുന്ന ഒരു താരത്തിന്റെ താരോദയം നമ്മൾ കണ്ടത്. അതായത് കൊൽക്കത്തയുടെ ഒരു കാര്യം തന്നെ പറയാനാണെങ്കിൽ, അവര് തുടക്കത്തിൽ തന്നെ ഭയങ്കര കഷ്ടം പിടിച്ച ഒരു ടീമായി പോയി. ഫിന്നലന്റെ വിക്കറ്റ് അല്ല എന്നുള്ളത് കൃത്യമായിട്ട് തെളിഞ്ഞു. അദ്ദേഹം അടിച്ച പന്ത് ബൗണ്ടറി ലൈനിൽ ക്യാച്ച് എടുക്കുകയും, പക്ഷേ ദിഗ്വേഷ് തോന്നുന്നു ക്യാച്ച് എടുക്കുകയും, ആ ക്യാച്ച് ആക്ച്വലി എന്താ പറയുന്നത്, ബൗണ്ടറി ലൈനിൽ അദ്ദേഹത്തിന്റെ കാല് ടച്ച് ചെയ്യുന്നത് വിസിബിൾ ആകുകയും ചെയ്തു. അമ്പയറിംഗിൽ ഒരുപാട് പിഴവുകൾ സംഭവിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നു. അമ്പയറുടെ ഒരു പിഴവ് മൂലമാണ് ആ ഒരു വിക്കറ്റ് നഷ്ടമായത്. ഇല്ലെങ്കിൽ ഫിന്നലന്റെ വക സ്ഫോടനാത്മകമായ ഒരു ബാറ്റിംഗ് കാണാൻ പറ്റുമായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നിർഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ വിക്കറ്റ് പോവുകയും, പിന്നീട് എന്താ പറയുക, അജിങ്ക്യ രഹാനെ നന്നായിട്ട് ബാറ്റ് ചെയ്തു, റോമാൻ പവൽ നന്നായിട്ട് ബാറ്റ് ചെയ്തു, അതുപോലെ തന്നെ കാമറൂൺ ഗ്രീൻ നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഇവരുടെയൊക്കെ പിൻബലത്തിലാണ് നല്ലൊരു സ്കോറിലേക്ക് ഇവിടെ കൊൽക്കത്തയ്ക്ക് എത്താൻ സാധിച്ചത്. പിന്നീട് ബാറ്റിങ്ങിന് ഇറങ്ങിയ നമ്മുടെ ലക്നൌവിന് എന്താ പറയുക, ഋഷഭ് പന്തിനെ പോലുള്ള താരമൊക്കെ നിരുത്തരവാദിത്തപരമായ രീതിയിൽ ബാറ്റ് ചെയ്തു. എയ്ഡൻ മാർക്കറും തുടക്കം നന്നായിട്ട് തുടങ്ങി വന്നെങ്കിലും പക്ഷേ വിക്കറ്റ് പെട്ടെന്ന് പോയി. മിച്ചൽ മാർഷും എയ്ഡൻ മാർക്കറുമായിരുന്നു ഓപ്പണിംഗ് ഉണ്ടായിരുന്നത്. അപ്പോൾ അതിനകത്ത് തന്നെ നമുക്കറിയാം, മാർക്കറത്തിന്റെ വിക്കറ്റ് വലിച്ചടിയിൽ പോയി, മാർഷിന്റെ വിക്കറ്റ് പോലെ പോയി. ഋഷഭ് പന്ത് പിടിച്ചു നിൽക്കണമായിരുന്നു, നിന്നില്ല. പിന്നെ വന്നത് ആയുഷ് ബദോണിയാണ്. ആയുഷ് ബദോണി ആക്ച്വലി പറയുകയാണെങ്കിൽ നല്ല രീതിയിൽ പിടിച്ചു നിന്നു, അത്യാവശ്യം നന്നായിട്ട് ബാറ്റ് ചെയ്തു. ഒരു 54 റൺസ് അദ്ദേഹം സ്കോർ ചെയ്തതിന് ശേഷമാണ് പോയത്. പിന്നീട് വന്ന ബാറ്റ്സ്മാൻമാർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിക്കോളാസ് പുരാനെ പോലെയുള്ള സ്ഫോടനാത്മകമായ ബാറ്റിംഗ് ഉള്ള അദ്ദേഹം പോലും എന്താ പറയുന്നത്, ഫോം ഔട്ട് ആണെന്നുള്ളൊരു രീതിയിൽ അദ്ദേഹം ഫോം ഔട്ട് ആണ്. ആക്ച്വലി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് റൺസ് ഒന്നും കണ്ടെത്തുന്നില്ല. റൺസ് കണ്ടെത്താൻ ഭയങ്കരമായിട്ട് പാടുപെടുന്ന നമ്മൾ കാണാം. ആ സമയത്ത് സുനിൽ നാരായണന്റെ ഭാഗത്തുനിന്ന് നല്ല രീതിയിലുള്ള ബോളിങ്, അദ്ദേഹത്തിന്റെ ബോളിങ് 4 ഓവർ 13 റൺസോ മറ്റോ എടുത്ത് അതിൽ വിക്കറ്റ് വീഴുകയും ചെയ്തു. പിന്നീട് ബാറ്റ്സ്മാൻമാരൊന്നും അങ്ങനെ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. LSD ബാറ്റ്സ്മാൻമാർ കൂടാരം കയറുന്നത് തന്നെയാണ് കണ്ടത്. എന്താ പറയുക, അവസാനം മുകുൾ ചൗധരി എന്ന് പറയുന്ന ഒരു പ്ലെയർ നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല, കളി തീർന്നു എന്ന് വിചാരിച്ചെടുത്തു നിന്നാണ് അദ്ദേഹം അടിച്ചത്. അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് സിക്സറുകളുടെ പെരുമഴയായിരുന്നു ആക്ച്വലി പറയുകയാണെങ്കിൽ. ഓപ്പോസിറ്റ് സൈഡിൽ ആവേശ് ഖാനെ നിർത്തിക്കൊണ്ട് അദ്ദേഹം ബാറ്റ് ചെയ്തു. അവസാന ബോൾ വരെ ആവേശം നിറഞ്ഞൊരു മത്സരമായിരുന്നു. എന്തായാലും ലക്നൌവിന് വേണ്ടിയിട്ട് അദ്ദേഹം
ഒരു മികച്ച വിജയം തന്നെ കൊടുത്തു എന്നുള്ളതാണ്. അതായത് നമ്മൾ പറയത്തില്ലേ, ഒരു ഒരിക്കലും പ്രതീക്ഷിക്കാത്തടത്തുനിന്ന് പിടിച്ചുകൊണ്ട് വന്ന് കളി ജയിപ്പിക്കുക എന്ന് പറയുന്നത്, അതും ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു താരം കൂടെ ഒന്ന് ആലോചിച്ച് നോക്കി. അതൊക്കെയാണ് സംഭവിച്ചത്. ഇതാണ് IPL-ൽ നടക്കുന്ന ചില വണ്ടേഴ്സ്, അത്ഭുതങ്ങൾ എന്ന് തന്നെ പറയും. ഇങ്ങനെയുള്ള താരങ്ങളെ നോട്ട് ചെയ്ത് വെക്കുമ്പോഴത്തേക്കും ഏകദേശം അറിയാം, ഓരോ സീസൺ കഴിയുമ്പോൾ അല്ലെങ്കിൽ അടുത്ത ലേലത്തിലേക്കൊക്കെ വരുമ്പോഴത്തേക്കും താരങ്ങൾക്ക് മൂല്യം കൂടുകയും അവർക്ക് നല്ലൊരു എമൗണ്ടിൽ അവരെ വിളിച്ചെടുക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം മുകുൾ ചൗധരിയുടെ ഒരു ഡേ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് എത്രയാ 6-7 സിക്സ് ആണ് പോകുന്നത്. അതും ഹെലികോപ്റ്റർ ഷോട്ട് അടക്കം പവർ ഹിറ്റിംഗ് ആണ് നമ്മൾ കണ്ടത്. ഒരു ഷോട്ട് പോലും മിസ്സായത്, മിസ് ഷോട്ട് ഒന്നുമില്ല. ആദ്യത്തെ 10 ബോൾ 15 ബോൾ അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് അധികം സ്കോർ ഒന്നും വീണില്ല. പിന്നീടാണ് അദ്ദേഹത്തിന്റെ ബാറ്റിൽ നിന്ന് അടി വന്നത്. കാരണം വേറെ ആരും ബാറ്റ് ചെയ്യാനില്ലാത്ത ഒരു സാഹചര്യമായിരുന്നു. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നല്ല തകർപ്പൻ ഒരു ബാറ്റിംഗ് നമുക്ക് കാണാനും പറ്റി. എന്തായാലും ലക്നൗ LSG ലക്നൗ സൂപ്പർ ജയൻസിനെ അഭിമാനിക്കാം. ഋഷഭ് പന്തിന്റെ ക്യാപ്റ്റൻസിയിൽ രണ്ടാമത്തെ ഒരു വിജയം തന്നെ കിട്ടിയിട്ടുണ്ട്. മാത്രമല്ല അവരുടെ ഓണർ എന്ന് പറയുമ്പോൾ അദ്ദേഹം ഒരു ഇച്ചിരി കർക്കശക്കാരനാണ്. നമുക്ക് നേരത്തെ അറിയാം, നേരത്തെ KL രാഹുൽ ആ ടീമിൽ കളിച്ചിരുന്ന സമയത്ത് ഓണറുമായിട്ട് ചെറിയ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായത് ടീമിന്റെ വിജയം കറക്റ്റ് ആകാഞ്ഞുകൊണ്ട്. അപ്പം എന്തായാലും ഋഷഭ് പന്ത് ഇവിടെ വന്നതിന് ശേഷം നല്ല രീതിയിൽ നല്ല 2 വിജയങ്ങൾ നമുക്ക് കാണാൻ പറ്റി. അതാണ് ഭയങ്കര ആവേശം നിറഞ്ഞൊരു ഇതായിരുന്നു. പക്ഷേ ഋഷഭ് പന്തൊക്കെ ഒരുപാട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അദ്ദേഹം ഇന്ത്യൻ ടീമിൽ നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വിക്കറ്റുകൾ വലിച്ചെറിയാതെ തന്നെ കൊണ്ട് നല്ല രീതിയിൽ ഒരു ടീമിനെ കൊണ്ടുപോകാൻ പറ്റും, അല്ലെങ്കിൽ വീഴ്ചയിൽ പിടിച്ചു നിർത്താൻ പറ്റും എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട സമയത്ത് വിക്കറ്റ് വെറുതെ വലിച്ചെറിയുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കാണുന്നത്. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ പോലും ഇങ്ങനെയുള്ള ചില വണ്ടർ കിഡ്സ് വന്ന് കളി ജയിപ്പിക്കും. അത് ഭയങ്കര ആവേശം നിറഞ്ഞ ഒരിതാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ സുനിൽ നരേന്റെ ഓവർ തീർന്നില്ലായിരുന്നു എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ മാറിയേനെ. സുനിൽ നരേന്റെ ഓവറിൽ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. പിന്നെ ക്യാമറോൺ ഗ്രീന് കൊൽക്കത്തയ്ക്ക് വേണ്ടിയിട്ട് കുറെ നാൾ കൂടിയാണ്, കുറെ നാൾ കൂടി എന്ന് വെച്ചാൽ കൊൽക്കത്തൻ ടീമിൽ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് ബോൾ ചെയ്യുന്നത് ഇന്നത്തെ കളി. കാരണം അദ്ദേഹത്തെ ഇത്രയും ദിവസവും എന്തുകൊണ്ട് കളിപ്പിക്കുന്നില്ല എന്നുള്ളൊരു കളിപ്പിക്കുന്ന വെച്ചാൽ ബോളിംഗ് ചെയ്യിക്കുന്നില്ല എന്നുള്ളൊരു പരാതി ഉണ്ടായിരുന്നു. ആ ഒരു പരാതി ഇന്ന് തീർന്നു. പക്ഷേ ആ ഓവറുകളിലൊക്കെ അടി കിട്ടി എന്നുള്ളതാണ് ഏറ്റവും നമ്മൾ കളി കാണുമ്പോഴത്തേക്കുള്ളത് ഒരു എന്തായാലും ഇന്നത്തെ ഒരു വിജയം LSGക്ക് ഭയങ്കര ആവേശം നിറച്ചായിരുന്നു. നാളെ എന്തായാലും RCBയും രാജസ്ഥാനും തമ്മിലുള്ള മത്സരമുണ്ട്. അവിടെയും ഒരു വണ്ടർ കിഡ് ഉണ്ട്, വൈഭവ് സൂര്യവംശി. എന്താ അല്ലേ, 14-15 വയസ്സ് മാത്രമേ ഉള്ളൂ. ബുംറേനെയൊക്കെ കഴിഞ്ഞ ദിവസം എടുത്തിട്ട് അടിച്ച് മാട്ടക്കേറ്റെന്ന് കണ്ടപ്പോഴത്തേക്ക് ഓർത്തു, നമ്മളൊക്കെ ആ സമയത്ത് സ്റ്റംബറിൽ റബ്ബർ ബോളിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളി സ്റ്റിച്ച് ബോളിൽ അടിച്ചും കളിക്കുന്ന കാണുമ്പോഴത്തേക്ക് നമുക്കൊരു സന്തോഷമുണ്ട്. എന്തായാലും IPL-ൽ കുറെ താരോദയങ്ങളെ കാണാം. രാജസ്ഥാൻ റോയൽസ് പഴയ ഒരു ടീമല്ല, കുറച്ചുകൂടെ വൈഭവ് സൂര്യവംശിയും ജയ്സ്വാളും കൂടി കുറച്ചുകൂടെ നല്ല രീതിയിൽ ഓപ്പണിംഗ് സെറ്റ് ആക്കുന്നുണ്ട്. സഞ്ജു സാംസൺ പോകുന്ന ഒരു ഗ്യാപ്പിൽ വൈഭവിന് ഒരു അവസരം കിട്ടുകയും മാത്രമല്ല റിയാൻ പരാഗ് എന്ന് പറയുന്ന താരത്തിന്റെ ക്യാപ്റ്റൻസിയിലാണ് രാജസ്ഥാൻ റോയൽസ് പോകുന്നത്. റിയാൻ പരാഗിന്റെ മിടുക്കുകൊണ്ടാണെന്ന് അറിയത്തില്ല, അതോ ടീമിന്റെ സപ്പോർട്ടിംഗ് സ്റ്റാഫ് നമ്മുടെ അതുപോലെ തന്നെ സംഘക്കാരെ ഇവരുടെയൊക്കെ ഒരു സപ്പോർട്ടിന്റെ ഒരു ബലമാണോ, ടീമിന്റെ ഒരു ശക്തി കൊണ്ടാണോ എന്താണോ രാജസ്ഥാൻ ഒരു വലിയ ടീമായിട്ട് തന്നെയാണ് നമുക്ക് തോന്നുന്നത്. അപ്പം ആക്ച്വലി പറയുകയാണെങ്കിൽ നാളത്തെ മത്സരം അത്യാവശ്യം വലിയൊരു മത്സരമായിരിക്കും. രാജസ്ഥാൻ റോയൽസിന് ബാറ്റിംഗ് കപ്പാസിറ്റിയും ബോളിംഗ് കപ്പാസിറ്റിയും വെച്ച് നോക്കുമ്പോൾ സെറ്റ് ഒരു ടീമാണ്. ഇതുപോലെ തന്നെയാണ് RCB ഒരു സെറ്റ് ടീമാണ്. മാത്രമല്ല ബെഞ്ചിലിരിക്കുന്നതെല്ലാം കിടിലൻ താരങ്ങളുമാണ്. ഇവരെയൊക്കെ എങ്ങനെ തിരികെ കയറ്റുമെന്നുള്ള കാര്യമാണ് RCB ഇനി ചിന്തിക്കേണ്ടത്. മാത്രമല്ല എല്ലാ ടീമുകളിലും ഇതുപോലെ തന്നെ നല്ല കിടിലൻ പ്ലേയേഴ്സ് ഒക്കെ ബെഞ്ചിൽ ഇരിപ്പുണ്ട്. അത് മാത്രമല്ല ഇനി വരും ദിവസങ്ങളിൽ മത്സരം ആവേശം നിറഞ്ഞ മത്സരങ്ങളാവും. ഇന്നത്തെ എന്തായാലും മത്സരത്തിൽ അജിങ്ക്യ രഹാനെ വളരെ നിർഭാഗ്യവാനായ ഒരു ക്യാപ്റ്റനായി പോയി. കാരണം അങ്ങനെ ഒരു മത്സരമാണല്ലോ നമ്മൾ വീക്ഷിച്ചത്. എന്തായാലും വരും ദിവസങ്ങളിലെ മത്സരങ്ങൾ ആവേശത്തോടുകൂടി കാണാൻ ഞാനും നിങ്ങളെ പോലെ കാത്തിരിക്കുന്നു. ബൈ.